ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസ് അത്ലറ്റിക്കോ പാരനൈൻസിനോട് പരാജയപ്പെട്ടു. 1-2 ഗോളുകൾക്കാണ് തോറ്റത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നില്ല. ഈ സീസണിൽ നെയ്മറുടെ അഭാവം സാന്റോസിനെ നല്ല രൂപത്തിൽ അലട്ടുന്നുണ്ട്. കേവലം 2 മത്സരങ്ങൾ മാത്രമാണ് സാന്റോസ് വിജയിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. ബാക്കിയുള്ള മത്സരങ്ങളിൽ സമനില വഴങ്ങുകയാണ് ക്ലബ്ബ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാതെ സാന്റോസിന്റെ കണക്കുകൾ വളരെ മോശമാണ്. അതിന്റെ ഒരു വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 2009 മുതൽ 2026 വരെയുള്ള കാലയളവിനുള്ളിൽ നെയ്മർ ജൂനിയർ ഉള്ള മത്സരങ്ങളും നെയ്മർ ജൂനിയർ ഇല്ലാത്ത മത്സരങ്ങളുടെയും ഒരു കണക്ക്, ബ്രസീലിയൻ ലീഗിലെ സാന്റോസിന്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. നെയ്മറുടെ സാന്നിധ്യത്തിൽ സാന്റോസ് 122 മത്സരങ്ങളാണ് ബ്രസീലിയൻ ലീഗിൽ ഈ കാലയളവിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 51% പോയിന്റുകളും നേടാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിജയ ശതമാനമായിക്കൊണ്ട് വരുന്നത് 42%. ഇനി നെയ്മർ ജൂനിയർ ഇല്ലാതെ നോക്കുമ്പോൾ 71 മത്സരങ്ങളാണ് ഈ കാലയളവിൽ ഇപ്പോൾ സാന്റോസ് ബ്രസീലിയൻ ലീഗിൽ കളിച്ചിട്ടുള്ളത്. അതായത് 71 മത്സരങ്ങളിൽ 34% പോയിന്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 22% വിജയ ശതമാനമായി കൊണ്ടുവരുന്നത്. അതായത് വിജയ ശതമാനത്തിന്റെ കാര്യത്തിൽ 20% ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റുകൾ നേടിയ കാര്യത്തിലും വലിയ ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ അത് സാന്റോസിനെ ബ്രസീലിയൻ ലീഗിൽ വലിയ രൂപത്തിൽ സഹായിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇക്കാലയളവിൽ അഥവാ 2009 അതുപോലെ തന്നെ ഇപ്പോഴുമൊക്കെ നെയ്മർ ജൂനിയറെ ആശ്രയിച്ചുകൊണ്ടാണ് സാന്റോസ് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.